ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ബയോളജി ചാപ്റ്റർ 2 വിൻഡോസ് ഓഫ് നോളജ് ആണ്. അറിവിൻ്റെ വാതായനങ്ങൾ, ജനലുകൾ എന്ന് പറയും നമ്മൾ. അതായത് വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയാനുള്ള അർത്ഥം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പുറം ലോകവുമായി കണക്ട് ചെയ്യുന്ന ചില വിൻഡോസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. വാട്ട് ആർ സെൻസ് ഓർഗൻസ്? സെൻസ് ഓർഗൻസ് ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ്. They are specialized cells that enable us to perceive the world around us. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചില സെൻസറി സെൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അതിനെയാണ് നമ്മൾ സെൻസറി ഓർഗൻസ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെൻസ് ഓർഗൻസായി പ്രവർത്തിക്കുന്നത് 5 ഓർഗൻസ് ആണ്. അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, നമ്മുടെ തൊലി, പിന്നെ നമ്മുടെ ചെവി. അങ്ങനെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഐ, ഇയർ, ടങ്, നോസ് ആൻഡ് സ്കിൻ. ഏതാണ് ഏറ്റവും വലിയ സെൻസ് ഓർഗൻ നമ്മുടെ ബോഡിയിലുള്ളത്? അത് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സ്കിൻ അല്ലെങ്കിൽ തൊലിയാണ്. ഇനി ഈ ഒരു സെൻസ് ഓർഗൻസ് എങ്ങനെയാണ് നമ്മുടെ പുറം ലോകവുമായി കണക്ട് ചെയ്യപ്പെടുന്നത്? അതായത് ദേ ആർ കണക്റ്റഡ് ത്രൂ സെൻസറി റിസെപ്റ്റേഴ്സ്. നമ്മുടെ പുറം ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളുമായി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലസ് ഉണ്ടാവുകയാണെങ്കിൽ, ഉത്തേജനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മുടെ നെർവ് എൻഡിങ്സ് ആകാം. അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ സെൻസറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. The 5 sense organs contain receptors that relay information through the sensory neurons to the appropriate places within the nervous system. ഇങ്ങനെയുള്ള സെൻസ് ഓർഗൻസിലുള്ള റിസെപ്റ്റേഴ്സ് അവരെന്താണ് ചെയ്യുന്നത്? അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് ത്രൂ ദ സെൻസറി ന്യൂറോൺസ്. നമ്മുടെ ശരീരത്തിലെ അനവധി ന്യൂറോൺസുകൾ വഴി, നെർവ് സെൽസുകൾ വഴി ആ ഇൻഫർമേഷൻ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ എവിടെയാണോ എത്തേണ്ടത്, അത് ബ്രെയിനിലാകാം, സ്പൈനൽ കോഡിലാകാം, എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്നും അറിയിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പെരുമാറുകയാണ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് നമ്മുടെ സെൻസറി റിസെപ്റ്റേഴ്സ് എന്ന് പറയാം. വിവിധ സെൻസറി ഓർഗൻസ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിൽ വിവിധ രീതിയിലുള്ള റിസെപ്റ്റേഴ്സ് ആണുള്ളത്, സ്വീകർത്താക്കളാണുള്ളത്. നമ്മുടെ സ്റ്റിമുലസിനെ, ഉത്തേജനങ്ങളെ സ്വീകരിക്കാനുള്ള സ്വീകർത്താക്കൾ വിവിധ രീതിയിലുള്ളവയാണ്. ഒന്നാമത്തേത് നമ്മുടെ ഐ എന്ന് പറയുന്നത്, നമ്മുടെ ഐ പ്രവർത്തിക്കുന്നത് ലൈറ്റിനനുസരിച്ചാണ്. പ്രകാശമില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആ പ്രകാശത്തെ സ്വീകരിക്കാനുള്ള റിസെപ്റ്റേഴ്സ് നമ്മുടെ കണ്ണുകളിലുണ്ട്. അപ്പം പ്രകാശത്തിന് നമ്മൾ പറയുന്നത് ഫോട്ടോൺസ് എന്നാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്നാണ് അർത്ഥം. അപ്പം കണ്ണുകളിലുള്ളത് എന്താണ്? ഐ കണ്ടെയ്ൻസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. നമ്മുടെ കണ്ണുകളിലുള്ള റിസെപ്റ്റേഴ്സിനെയാണ്, സ്വീകർത്താക്കളെയാണ്, സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റിമുലസ് എന്താണ്? എന്തിലൂടെയാണ് അത് ഉത്തേജനം ലഭിക്കുന്നത്? ലൈറ്റിലൂടെയാണ്. ലൈറ്റ് ഇസ് ആക്ടിങ് ആസ് ദ സ്റ്റിമുലസ് ഹിയർ. ലൈറ്റ് വന്നില്ല എങ്കിൽ നമ്മളൊന്നും തന്നെ കാണുകയില്ല. അപ്പോൾ ലൈറ്റാണ് സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേതായി നമ്മുടെ കാതുകളാണ്, ഇയർ. നമ്മുടെ ശബ്ദമില്ലെങ്കിൽ നമ്മളൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ എനർജി വരുന്നത് എന്താണ്? ശബ്ദത്തിൻ്റെ രൂപത്തിലാണ്. ആ സ്റ്റിമുലസ് നമ്മുടെ കാതുകളിൽ റിസീവ് ചെയ്യപ്പെടുന്നത് ശബ്ദത്തിൻ്റെ രൂപത്തിലാണ്. സോ സ്റ്റിമുലസ് ഇസ് സൗണ്ട് ഹിയർ ആൻഡ് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ്. ശബ്ദത്തെ റിസീവ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സ്പെഷ്യൽ സെൽസിനെ നമ്മൾ പറയുന്നത് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് എന്നാണ്. ഇനി മൂന്നാമത്തേതായിട്ട് നമ്മുടെ നാക്കാണ്, ടങ്ങിൽ എന്താണ്? സ്വാദാണ് അല്ലേ? വിവിധ രീതിയിലുള്ള സ്വാദുകളാണ് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ടേസ്റ്റ് ആണ് നമ്മുടെ സ്റ്റിമുലസ് ആൻഡ് റിസെപ്റ്റേഴ്സ് ആർ കോൾഡ് ടേസ്റ്റ് റിസെപ്റ്റേഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നോസ് ആണ്, മൂക്കിലൂടെ മണമാണ് പിടിക്കപ്പെടുന്നത് അല്ലേ? സോ സ്മെൽ ഇസ് ദ സ്റ്റിമുലസ്. ഉത്തേജകമായി പ്രവർത്തിക്കുന്നത് സ്മെല്ലാണ്. ആൻഡ് ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ്, അതിനെ നമ്മൾ പറയുന്നതാണ് മണം പിടിക്കുന്ന റിസെപ്റ്റേഴ്സിനെ ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്മെൽ അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള മണങ്ങളെ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോസിനുള്ളിലുള്ള പ്രത്യേക സെല്ലുകളെയാണ് ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും വലിയ സെൻസ് ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ തൊലിപ്പുറത്തുള്ള റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വിവിധങ്ങളാണ്. കാരണം പല വിധത്തിലുള്ള സ്റ്റിമുലസുകളാണ് അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. ആരെങ്കിലും തൊട്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൂടുള്ള പദാർത്ഥത്തിൽ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനൊക്കെയുള്ള ടച്ച്, നമ്മുടെ ഹീറ്റ്, പ്രഷർ, കോൾഡ്, പെയിൻ,
എന്ന് പറയുന്ന വിവിധ രീതിയിലുള്ള സ്റ്റിമുലസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വേരിയസ് ടൈപ്സ് ഓഫ് റിസെപ്റ്റേഴ്സ് ക്യാൻ ബി സീൻ ഓൺ ആർ സ്കിൻ. ഇനി നമ്മൾ ഓരോ സെൻസ് ഓർഗൻസിനെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തേതാണ് നമ്മുടെ കണ്ണുകൾ, ഐ. ഈ സെൻസ് ഓർഗൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. കണ്ണെന്ന് പറയുന്നതും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് നമ്മുടെ ബോഡി തന്നെ അതിന് പ്രത്യേക രീതിയിലുള്ള സംരക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ടുള്ളതാണ് ഐ സോക്കറ്റ്. ഞങ്ങളുടെ 2 കണ്ണുകളും സ്ഥിതി ചെയ്യുന്നത് 2 കുഴിയിലാണ് അല്ലേ. സ്കള്ള് നോക്കിയാൽ കാണാം മുഖത്ത് 2 കുഴിയുണ്ട്. ആ 2 കുഴി എന്തിൻ്റെ ഒരു സ്ഥാനമാണത്? അത് കണ്ണിൻ്റെ സ്ഥാനമാണ് സൂചിപ്പിക്കുന്നത്. ആ 2 കുഴികളിലായിട്ടാണ് നമ്മുടെ ഐബോളുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ കുഴികളിൽ വെറുതെ കിടക്കുകയാണോ? അല്ല. ഐബോൾസിനെ അതിൻ്റെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് കാരണമാണ് ഐ മസിൽസ്, എക്സ്റ്റേണൽ ഐ മസിൽസ്. ഇനി ഇതുകൂടാതെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ചു പോകുന്നത്? നമ്മുടെ ഐബ്രോസ്, പുരികങ്ങൾ നമ്മുടെ കണ്ണിനെ പൊടിപടലങ്ങളിൽ നിന്നും സ്വെറ്റ്, വിയർപ്പിൽ നിന്നുമൊക്കെ സംരക്ഷിച്ചു പോരുന്നു. അതുകൂടാതെ ഐ ലാഷസ്, കൺപീലികളുണ്ട്. നമ്മുടെ കണ്ണുകളിൽ കൺപീലികളുണ്ട്. അതും നമ്മുടെ പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ളതാണ്. ഇനിയുള്ളതാണ് ഐലിഡ്സ്, നമ്മുടെ കൺപോളകൾ. നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ കയ്യിലടുത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കണ്ണിനടുത്തേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺ ക്ലോസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ കണ്ണ് ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ ഐലിഡ്സ് അടയ്ക്കുകയാണ്. ആ ഐലിഡ്സ് എന്ന് പറയുന്നതാണ് കൺപോളകൾ. അത് നമ്മുടെ പ്രൊട്ടക്ട്സ് ദ ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഷോക്ക്. മറ്റുള്ള ഏത് വിധത്തിലുമുള്ള ഒരു ഷോക്സിൽ നിന്നും ഒരു അറ്റാക്കിൽ നിന്നും നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുകയാണ്. നെക്സ്റ്റ് വന്നിട്ട് കൺജങ്ക്റ്റിവ എന്ന് പറയുന്നത് ഒരു ലെയറാണ്. അതൊരു മ്യൂക്കസ് പോലുള്ളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കണ്ണിനെ നല്ല നനുത്തതാക്കിയിട്ട് ഈർപ്പമുള്ളതാക്കി ഡ്രൈനെസ്സിൽ നിന്നും സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. ഇനി ടിയേഴ്സ്, കണ്ണുനീർ എന്ന് പറയും. നമ്മൾ ശരിക്കും നമുക്ക് സങ്കടം വരുമ്പോൾ കണ്ണുനീര് വരും അല്ലേ. ആക്ച്വലി കണ്ണുനീരിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? പുറമേ നിന്നും വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ, അത് ഡസ്റ്റ് ആയിരിക്കാം, മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കാം, അതിനെയൊക്കെ പുറന്തള്ളുക എന്നുള്ളതാണ് നമ്മുടെ കണ്ണുനീരിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം അഥവാ രാസാഗ്നിയാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ആ ലൈസോസൈമാണ് നമ്മുടെ കണ്ണിൽ കടന്നുകൂടുന്ന അണുക്കളെ നശിപ്പിക്കുന്ന അണുനാശിനിയായിട്ട് വർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കടന്നു വരുന്ന മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കാനുള്ള ഒരു എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ലൈസോസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഏറ്റവും പുറത്തായിട്ട് നമുക്ക് സ്ക്ലീറ കാണാൻ പറ്റുന്നതാണ്. സ്ക്ലീറ, പിന്നെ നമുക്ക് കോർണിയ ഉണ്ട്, ദെൻ ഐറിസ്, പ്യൂപ്പിൾ. അതിന് പിന്നിലായിട്ട് നമുക്ക് ലെൻസ് കാണാവുന്നതാണ്. ലെൻസിനെ ഉറപ്പിച്ചു നിർത്തുന്ന സീലിയറി മസിൽസ് ഉണ്ട്. പിന്നെ കൺജങ്ക്റ്റിവ എന്ന പോർഷൻ കാണാം. ഈ സൈഡിലാണെങ്കിൽ നമുക്ക് റെറ്റിന, നമ്മുടെ സ്ക്രീൻ കാണാവുന്നതാണ്. ഒപ്റ്റിക് നെർവ്, ബ്രെയിനിലേക്ക് പോകുന്ന നെർവ്സിനെ കാണാം. ഇനി നമ്മുടെ വിട്രിയസ് ബോഡി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇനി ഐനെ പ്രധാനമായിട്ട് നമ്മൾ 3 സെക്ഷനായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ലെയറിനെ നമ്മൾ ഔട്ടർ ലെയർ എന്ന് പറയും, മധ്യത്തിലുള്ള ലെയറിനെ മിഡിൽ ലെയർ എന്ന് പറയും, ഏറ്റവും പിന്നിലായിട്ട് കാണുന്നതിനെ നമ്മൾ ഇന്നർ ലെയർ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഔട്ടർ ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഔട്ടർ ലെയർ പ്രധാനമായും സ്ക്ലീറ എന്നൊരു ഭാഗമാണുള്ളത്. വെൻ യു ആർ ലുക്കിംഗ് അറ്റ് യുവർ ഐ യു ക്യാൻ സീ എ വൈറ്റ് പോർഷൻ അല്ലേ. നമ്മൾ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വെള്ള നിറത്തിലുള്ളൊരു ഭാഗം കാണാവുന്നതാണ്. ആ വെള്ള നിറത്തിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കണ്ണിന് മുന്നിലായിട്ട് പ്രകാശം കടന്നു പോകാനായിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു പോർഷനുണ്ട്. ആ പോർഷനാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. ആ കോർണിയ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ട്രാൻസ്ലൂസൻ്റ് അല്ലെങ്കിൽ ഒപ്പേക്ക് ആണെങ്കിൽ, പ്രകാശം കടത്തിവിടാത്തൊരു വസ്തുവാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. ഇനി വേറൊരു പോർഷനാണ് കൺജങ്ക്റ്റിവ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കൺജങ്ക്റ്റിവ എന്താണ്? അത് അതിന് പിന്നിലായിട്ട് സ്ക്ലീറയുടെ ഒരു പോർഷനാണ്. അതിൽ കോർണിയ ഉൾപ്പെടുന്നില്ല. അതിന് സ്ക്ലീറയെ പൊതിഞ്ഞൊരു ആവരണമാണ് കൺജങ്ക്റ്റിവ എന്ന് പറയുന്നത്. മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ കണ്ണുകളെ ഡ്രൈ ആക്കാതിരിക്കാൻ സഹായിക്കുന്നു. ഇനി മിഡിൽ ലെയറിൽ വരുന്നതാണ് കൊറോയിഡ് എന്ന് പറയുന്ന പോർഷൻ. കൊറോയിഡ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലഡ് വെസൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടമാണത്. നമ്മുടെ രക്തകോശങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഈ കൊറോയിഡ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ കൊറോയിഡ് ലെയർ കണ്ടെയ്നിങ് ബ്ലഡ് വെസൽസ്, ദ സീലിയറി ബോഡി. സീലിയറി ബോഡിയിൽ എന്തെല്ലാം ഉള്ളത്? അത് ലെൻസ് ഉണ്ട്, ലെൻസിനെ കൺട്രോൾ ചെയ്യുന്ന സീലിയറി മസിൽസ് ഉണ്ട്. ആൻഡ് ദ ഐറിസ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമണിയാണ് അല്ലേ. കറുപ്പ് നിറത്തിലുള്ള കൃഷ്ണമണി എന്ന് പറയുന്ന ഐറിസ്.
അങ്ങനെ ഈ ഭാഗങ്ങളാണ് മിഡിൽ ലെയറിൽ വരുന്നത്. മിഡിൽ ലെയറിൽ നമുക്ക് രക്തപടലങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ലെൻസ് ഉണ്ട്. ലെൻസിനെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ലെൻസിൻ്റെ മൂവ്മെൻറ്റ് ക്രമീകരിക്കുന്ന സീലിയറി മസിൽസ് ഉണ്ട്. ഐറിസ് ഉണ്ട്. ഐറിസിന് മധ്യത്തിലായി കാണുന്ന ചെറിയ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ഐറിസിനെ കുറിച്ച് പഠിക്കാം. ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ കളർ എന്ന് പറയുന്നത് ഐറിസിൻ്റെ കളറിനെ ഡിപ്പെൻഡ് ആയിരിക്കും. നോക്കാം, നമ്മുടെ ശരീരത്തിൻ്റെ കളറും മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ ഡിപ്പെൻഡാണ് അല്ലേ. മെലാനിൻ ചിലർ കറുത്ത കളറായിരിക്കും, ചിലരത് വീറ്റിഷ് കളറായിരിക്കും, ചിലരത് നല്ല വെളുത്ത നിറമായിരിക്കാം. അപ്പോൾ മെലാനിൻ്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ആ കളർ വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ തന്നെയാണ് കൃഷ്ണമണിയുടെയും കളർ. ചിലരത് ബ്ലൂ ഐസ് ആയിരിക്കും, ചിലരത് ബ്രൗൺ, ചിലരത് ഡാർക്ക് കളർ, അതായത് കറുത്ത കളർ. അങ്ങനെ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് മെലാനിൻ കണ്ടെയ്ൻ ഇൻ ദാറ്റ് പാർട്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ണിൻ്റെ കളറ് പറയുന്നത്. ഐറിസിൻ്റെ കളറാണ്, അയാൾക്ക് പൂച്ചക്കണ്ണാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഐറിസിൻ്റെ കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഐറിസ് എന്ന പോർഷനാണ് ദാറ്റ് ഇസ് സീൻ ബിഹൈൻഡ് ദ കോർണിയ. ഈ ട്രാൻസ്പാരൻറ്റ് സ്ഥലത്തിന് ലെയറിന് പിന്നിലായി കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രസൻസ് ഓഫ് ദ പിഗ്മെൻറ്റ് മെലാനിൻ ഗിവ്സ് ദ ഐറിസ് ഇറ്റ്സ് ഡാർക്ക് കളർ. വാട്ട് എവർ കളർ ഇറ്റ് ഇസ്, ദാറ്റ് ഡിപ്പെൻഡ്സ് അമോൺ ദ മെലാനിൻ. ഇനി പ്യൂപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമണിക്കുള്ളിലായിട്ടൊരു ചെറിയ ഡാർക്ക് സ്പോട്ട് കാണാവുന്നതാണ്. ആ ഒരു ദ്വാരത്തെ അല്ലെങ്കിൽ ആ ഒരു പോർഷനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിളിലൂടെയാണ് പ്രകാശം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ പ്യൂപ്പിൾ അത് വലുതാവുകയാണെങ്കിൽ ധാരാളം പ്രകാശം പോവുകയും പ്യൂപ്പിളിൻ്റെ ഒരു സൈസ് ചുരുങ്ങുകയാണെങ്കിൽ വളരെ കുറച്ച് പ്രകാശം മാത്രമേ പോവുകയുള്ളൂ. നിങ്ങൾ സാധാരണ ഒരു ഇരുട്ട് റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് വികസിക്കുന്നത് കാണാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലേ. അപ്പോൾ ആ വികസിക്കുന്നത് എന്തിനാണ്? മാക്സിമം എമൗണ്ട് ഓഫ് ലൈറ്റിനെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കാനാണ്. നമ്മൾ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ കണ്ണിങ്ങനെ ചുരുങ്ങിപ്പോവും. സൺലൈറ്റിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ചുരുങ്ങിപ്പോകും. അതുകൊണ്ടാണ് അത്രയും വെളിച്ചത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ആ എമൗണ്ടിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്യൂപ്പിൾ അതിൻ്റെ സൈസ് കുറയ്ക്കുന്നത്. അതെല്ലാം ചെയ്യുന്നത് ഐറിസാണ്. പ്യൂപ്പിളിൻ്റെ സൈസ് ക്രമീകരിക്കുന്ന ജോലി ആർക്കാണുള്ളത്? അതിന് ചുറ്റുമുള്ള ഐറിസിനാണുള്ളത്. ഇനി അടുത്തതാണ് ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് നമ്മുടെ കണ്ണിലുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അത് നമ്മുടെ ഐറിസിന് പിന്നിലായിട്ടാണ് നമ്മളെ കണ്ണിലുള്ള കോൺവെക്സ് ലെൻസ് ഉള്ളത്. ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കുന്നത് അത് അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ള സീലിയറി മസിൽസ് ആണ്. ഇനി സീലിയറി മസിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സീൻ അറൗണ്ട് ദ ലെൻസ്. ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് ആൾട്ടർ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. അതായത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കാൻ, അതിൻ്റെ വക്രത ക്രമീകരിക്കുന്നത് ഈ സീലിയറി മസിൽസിൻ്റെ പ്രവർത്തനമാണ്. സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്ത്, അതിൽ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ അല്ലേ, നമ്മുടെ സങ്കോച വികാസങ്ങൾക്കനുസരിച്ചാണ്, ഈ സീലിയറി മസിൽസിൻ്റെ സങ്കോച വികാസങ്ങൾക്കനുസരിച്ചാണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കപ്പെടുന്നത്. ലെൻസിന് നമ്മുടെ കണ്ണുകൾക്ക് ദൂരെയുള്ള വസ്തുക്കളും അടുത്തുള്ള വസ്തുക്കളും ഒക്കെ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്, വേറൊരു അപാധകളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അതിനെല്ലാം സഹായിക്കുന്നത് സീലിയറി മസിൽസാണ്. അതിൻ്റെ സങ്കോച വികാസങ്ങൾക്ക്, അതിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ അനുസരിച്ചാണ് നമ്മുടെ ലെൻസ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഇന്നർ ലെയർ, ദാറ്റ് ഈസ് ദ റെറ്റിന. നമ്മുടെ ഇനി മൂന്നാമത്തെ ലെയർ, ഏറ്റവും ഉള്ളിലുള്ള ഇന്നർമോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത്. ആക്ച്വലി റെറ്റിന ഒരു സ്ക്രീനാണ്. നമ്മുടെ കണ്ണിനുള്ളിലുള്ള സ്ക്രീനാണ് റെറ്റിന. ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയാൽ ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും അവിടെ, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ വീട്ടിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ പ്രൊജക്ടർ വന്ന് പതിക്കുന്നത്, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വന്ന് പതിക്കുന്നത് ഒരു സ്ക്രീനിലേക്കാണ്. അപ്പോൾ അതുപോലൊരു സ്ക്രീനാണ് നമ്മുടെ റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിനയ്ക്കുള്ളിലാണ് അല്ലെങ്കിൽ റെറ്റിനയുടെ മുകളിലാണ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഉള്ളത്. കണ്ണിലെ ഫോട്ടോ റിസെപ്റ്റർ സെൽസ്, അതായത് ലൈറ്റിനെ റിസീവ് ചെയ്യാനുള്ള സെൽസ്, അതിനെ നമ്മൾ റോഡ് സെൽസ്, കോൺ സെൽസ് എന്ന് പറയും. ആ റോഡ് സെൽസും കോൺ സെൽസും കാണപ്പെടുന്ന ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത്. ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്ന ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത്. ഇനി ഈ റെറ്റിനയിലായിട്ട് രണ്ട് തരത്തിലുള്ള പോർഷനുണ്ട്. ഒന്നിനെ നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് പറയും, മറ്റൊന്നാണ് ബ്ലൈൻഡ് സ്പോട്ട്. യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഉള്ള ഒരു പോർഷനെയാണ് നമ്മൾ യെല്ലോ സ്പോട്ട്സ് എന്ന് പറയുന്നത്. മാക്സിമം ഇമേജസ് വളരെ ക്ലിയർ ആയിട്ട് പതിക്കുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട്. ഇനി ബ്ലൈൻഡ് സ്പോട്ട്, പേര് പോലെ തന്നെ അല്ലേ, അന്ധബിന്ദു എന്ന് പറയും. അതായത് അവിടെ ഒരു ഇമേജും ഫോം ചെയ്യുന്നില്ല, അവിടെ ഒരു ഫോട്ടോ റിസെപ്റ്റർ സെൽസും കാണപ്പെടുന്നില്ല, അവിടെ ഒരു ഇമേജും ഫോം ചെയ്യുന്നില്ല.
അതിന് കാരണം അതൊരു ജംഗ്ഷനാണ്. ആ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഒപ്റ്റിക് നെർവ്സ്, അത് ബ്രെയിനിലേക്ക് പോകുന്ന നെർവ്സാണ് ഒപ്റ്റിക് നെർവ്സ്. അത് വന്നു ചേരുന്ന ഭാഗം അല്ലെങ്കിൽ ജംഗ്ഷൻ ബിറ്റ്വീൻ റെറ്റിന ആൻഡ് ദ ഒപ്റ്റിക് നെർവ്സ്, ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. നോ ഇമേജ് വിൽ ബി ഫോംഡ് ഓൺ ദ ബ്ലൈൻഡ് സ്പോട്ട്, നോ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ആർ സീൻ ഓൺ ദ ബ്ലൈൻഡ് സ്പോട്ട്. ഇനി വരുന്നൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഓപ്റ്റിക് നെർവ്സ്. ഓപ്റ്റിക് നെർവ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുകളിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന നെർവ്സിനെ, ന്യൂറോൺസിനെയാണ്, അതിൻ്റെ ഗ്രൂപ്പിനെയാണ് ഓപ്റ്റിക് നെർവ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എല്ലാ സിഗ്നൽസിനെയും ബ്രെയിനിലേക്ക് കൊണ്ടുപോയിട്ട് ബ്രെയിൻ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതിനെ കൊണ്ടുപോകുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ കൊണ്ടുപോവുക എന്നുള്ള ഫങ്ഷനാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ്സിനുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇനി കണ്ണിൽ 2 തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്. നമ്മുടെ ടിയർ അല്ലെങ്കിൽ കൺജങ്ക്റ്റിവ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസിന് പുറമേ നമ്മൾ 2 തരത്തിലുള്ള ലിക്വിഡ്സ് ഉണ്ട്. അതാണ് എക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. എക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഈ മുൻഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് അഗെയിൻ എ ലിക്വിഡ്, എ വാട്ടറി ഫ്ലൂയിഡ് ദാറ്റ് ഇസ് സീൻ ഇൻ ദ എക്വസ് പാർട്ട്. എക്വസ് ചേംബർ അല്ലെങ്കിൽ എക്വസ് പാർട്ടിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് ഈ എക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. നമ്മുടെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ടുള്ള ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ ഈ എക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് കോർണിയയ്ക്കും ഈ ഒരു ലെൻസിനും അത് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ ആയിട്ടുള്ളത്. അപ്പം അത് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഭാഗമാണ് എക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇറ്റ് ഊസസ് ഫ്രം ദ ബ്ലഡ്, അത് ബ്ലഡിൽ നിന്നുമാണ് രൂപപ്പെടുന്നുള്ളത്. ഇറ്റ് സപ്ലൈസ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു കോർണിയ ആൻഡ് ലെൻസ്. ലെൻസിന് ന്യൂട്രിയൻസും പോഷകങ്ങളും രക്തവും നൽകുക എന്നുള്ളതാണ് എക്വസ് ഹ്യൂമറിൻ്റെ ധർമ്മം. അത് ബ്ലഡിൽ നിന്നും ഉണ്ടാകുന്നൊരു ഫ്ലൂയിഡാണ്. ഇനി വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് വിട്രിയസ് ചേംബറിലാണ്. എക്വസ് ഹ്യൂമർ എക്വസ് ചേംബറിലാണ്, വിട്രിയസ് ഹ്യൂമർ കാണപ്പെടുന്നത് വിട്രിയസ് ചേംബറിലാണ്. വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പിൻഭാഗത്തുള്ള പോർഷനാണ്, അതായത് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ദ റെറ്റിന. റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് വിട്രിയസ് ചേംബർ. ആ വിട്രിയസ് ചേംബറിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡിനെയാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ടർബിഡിറ്റി ടു ദ ഐ. ഐസിന് നമ്മുടെ കണ്ണുകൾക്ക് ആ ഷേപ്പ് നിലനിർത്താൻ, ഇപ്പോൾ നമ്മൾ വാട്ടർ ബലൂൺ കണ്ടിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ വെള്ളം നിറച്ചാൽ അത് അതിൻ്റെ തനതായ ഷേപ്പിലേക്ക് വരുന്നതാണ്. അതുപോലെ ഈ ഒരു ലിക്വിഡ് ഉള്ളത് കൊണ്ടാണ് ഐസിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഐബോൾ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ഐ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദിസ് തിങ്സ്. And if any doubt is there, you can ask in the comment section. അഗർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.